ഫെബ്രുവരി 7 വിശുദ്ധ റിച്ചാർഡ് രാജാവ്. AD 722 കാലഘട്ടം. ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൺസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്നു റിച്ചാർഡ്. ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി അദ്ദേഹം രാജപദവി ഉപേക്ഷിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട്. അല്ല, വിപ്ലവകാരികൾ അദ്ദേഹത്തെ രാജ്യഭ്രഷ്ടനാക്കിയതാണെന്നും മറ്റൊരഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ വിനിബാൾഡ്, വില്ലിബാൾഡ്, വാർബുഗ എന്നിവർ വിശുദ്ധരായി വണങ്ങപ്പെടുന്നുണ്ട്. തൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. ഹാബിൾഹാവനിൽ നിന്ന് കപ്പൽ കയറി ഫ്രാൻസിൻ്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങി. ആദ്യം അദ്ദേഹം പോയത് റൂവനിലേക്കാണ്. അവിടെ ദീർഘമായി താമസിച്ച് തൃപ്തിയാകുവോളം ഭക്താഭ്യാസങ്ങൾ അനുഷ്ഠിച്ചു. ഫ്രാൻസിലെ ഇതര തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചു. ദീർഘസമയം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രായശ്ചിത്തങ്ങൾക്കും ഒട്ടും കുറവുണ്ടായില്ല. ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം റോമിലേക്ക് തിരിച്ച് ഇറ്റലിയിൽ ലൂക്ക എന്ന സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ലൂക്കായിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ലൂക്കായിൽ ഭക്തിപൂർവം വണങ്ങി വരുന്നു. ജീവിതകാലത്ത് തൻ്റെ പ്രാർത്ഥന വഴി ഗുരുതരമായ രോഗത്തിൽ നിന്ന് പുത്രനെ സുഖപ്പെടുത്തിയത് ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. തൻ്റെ മകൻ വില്ലിബാൾഡ് മരിക്കാറായിരിക്കുന്നുവെന്ന് സർവരും അഭിപ്രായപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കുരിശ് നാട്ടി അതിൻ്റെ അരികെ കുട്ടിയെ കിടത്തി പ്രാർത്ഥിക്കുകയും കുട്ടി സുഖപ്പെടുകയുമാണ് ചെയ്തത്. റിച്ചാർഡിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങി പ്രാർത്ഥിച്ചിരുന്നവർക്ക് പല അത്ഭുത സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. റിച്ചാർഡിനുണ്ടായിരുന്ന രാജകീയ പ്രൗഢി വിശുദ്ധയുടെ വികസനത്തിന് ഒരു പ്രതിബന്ധമായില്ല. ദൈവത്തിൽ ശരണപ്പെട്ട് ആത്മാർത്ഥമായി യത്നിക്കുന്ന ഏവർക്കും വിശുദ്ധി പ്രാപിക്കാവുന്നതേയുള്ളൂ. നമുക്കും വിശുദ്ധരാവാൻ വേണ്ടി പരിശ്രമിക്കാം, ദൈവത്തോട് യാചിക്കാം.